ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഫാത്തിമ മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും മംഗളങ്ങളും നേരുകയാണ്. നിങ്ങളൊരു എക്സ്ട്രാ ജപമാല ഇന്നലെ പറഞ്ഞ പോലെ ചെല്ലിയെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ജപമാല എക്സ്ട്രാ ചെല്ലുക. പരിശുദ്ധ അമ്മയോട് പ്രത്യേകം ഒന്ന് ഒരു കൂട്ടുകൂടാനുള്ള വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാസം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ മാസവും ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം, ഒരു സങ്കീർത്തനമൊക്കെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പുസ്തകം, ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പസ്തോലിക ലേഖനമാണ്, ഒരു അപ്പസ്തോലിക് ലെറ്റർ. നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ, നിങ്ങൾക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ഭയങ്കര മാതൃഭക്തി നിറഞ്ഞെന്ന ഒരു മാർപ്പാപ്പമാരിൽ ഒരാളായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും പാപ്പാമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഓർക്കുമ്പോൾ നിങ്ങൾ ഈ ഫാത്തിമയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഓർക്കുന്നുണ്ടാവും. ഫാത്തിമ മാതാവിൻ്റെ മുമ്പിലാണ് ഇങ്ങനെ ജോൺ ബോൾ പാപ്പ ഈ അലി അഗ്ഗ എന്ന് പറഞ്ഞ തീവ്രവാദി വെടിവെച്ചപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടപ്പോൾ ജോൺ ബോൾ പാപ്പ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, തോത്തൂസ് തൂസ് മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്, ഐ ഡെഡിക്കേറ്റ് മൈ ലൈഫ് ടു യു. ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒരു ടോട്ടൽ സമർപ്പണം നടത്തിയ മാർപ്പാപ്പയാണ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഈ ഫാത്തിമയിൽ എനിക്ക് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പോവാനും പ്രാർത്ഥിക്കാനും അവിടെ കോമൺ ആയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ജപമാലയുണ്ട്. വലിയ ക്രൗഡാണ്. പല ഭാഷകളിൽ, ലോകത്തിൻ്റെ പല ഭാഷകളിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. എനിക്കൊരു വലിയൊരു അനുഗ്രഹം കിട്ടിയത് മലയാളത്തിൽ ഒരു 5 നന്മ നിറഞ്ഞ മറിയം ചെല്ലാനുള്ള ആ ഒരു പബ്ലിക് ഓഡിയൻസിൻ്റെ മുമ്പിൽ മലയാളത്തിൽ ചെല്ലാനുള്ള ഒരു വലിയ അനുഗ്രഹം കിട്ടി. അതിങ്ങനെ ലോട്ടൊക്കെ എടുത്തിട്ടാണ്, നറുക്കൊക്കെ എടുത്തിട്ടാണ് കിട്ടുന്നത്. എന്തായാലും ലോട്ട് എനിക്ക് തന്നെ കിട്ടി. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ ഇപ്പോൾ കരുതാണ്. ജോൺ ബോൾ പാപ്പയ്ക്ക് വെടിയേറ്റ ആ വെടിയുണ്ടയൊക്കെ അവിടെ പരിശുദ്ധമ്മയുടെ ആ കിരീടത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവിടെ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ്. ആക്ച്വലി ഒരു 80 പേജുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജപമാലയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ, ജപമാല ഭക്തിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവണമെങ്കിൽ, കുറച്ചുകൂടെ നന്നായിട്ട് ജപമാല ചെല്ലണമെങ്കിൽ, ജപമാല ഭക്തിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്ക്ലൂസീവായിട്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പാപ്പായായിരുന്ന സമയത്ത് എഴുതിയ അപ്പസ്തോലിക ലേഖനമാണ്. ഇത് കാണാവോ? പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല. വളരെ സുന്ദരമായ പുസ്തകമാണ്. ഞാൻ എൻ്റെ കൈ കിട്ടിയിട്ട് കുറച്ച് നാളായി. അന്ന് മേടിക്കുമ്പോൾ 35 രൂപയേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് വർത്ത്. 3000 രൂപയ്ക്ക് മേടിച്ചാലും വെർത്താണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു പുസ്തകമാണ്. ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞു പുസ്തകം, 80 പേജുകളേ ഉള്ളൂ. ഈ ജപമാലയെക്കുറിച്ച് ഇങ്ങനെ ജോൺ ബോൾ പാപ്പ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ബ്ലർബായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അവൈലബിൾ ആണ്, മറ്റ് ലാംഗ്വേജുകളിലും ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടൊക്കെ. സന്തോഷത്തിൻ്റെ വേളകളിലും ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങളിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാനിതിൽ സമർപ്പിച്ചത്. എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ജപമാല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ്. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ബാക്ക് സൈഡിൽ അതങ്ങനെ കൊടുത്തേക്കാണ്, സന്തോഷത്തിൻ്റെ സമയത്തും ബുദ്ധിമുട്ടിൻ്റെ സമയത്തും ജപമാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഒരു ശീലം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഞാനിങ്ങനെ പോകുമ്പോഴൊക്കെ എപ്പോഴും ജപമാല അലോഹയുടെ പോക്കറ്റിലിടും. എന്ത് മറന്നാലും അത് മറക്കരുതെന്ന് ഒരു നിർബന്ധമുണ്ട്. അത് എപ്പോഴും നമ്മൾ അത് കൊണ്ടേ നടക്കുന്ന വലിയൊരു പവറാണ്. ഈ ജപമാല കൈ പിടിക്കുന്നവൻ്റെ കയ്യിൽ ഇങ്ങനെ മാതാവ് പിടിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ. ജോൺ പോൾ പാപ്പ പറയാണ്, എൻ്റെ സങ്കടത്തിൻ്റെ സമയത്ത് മാത്രമൊന്നുമല്ല. നമ്മൾ പറയില്ല, നമുക്ക് ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലൊക്കെ പ്രാർത്ഥിക്കുന്നത്. മാറ്റിവെച്ച ജപമാലയൊക്കെ കയ്യിലെടുക്കുന്നത് ചിലപ്പോൾ സങ്കടം വരുമ്പോഴായിരിക്കും. പക്ഷേ ജോൺ പോൾ പാപ്പ പറയാണ്, എൻ്റെ സന്തോഷത്തിൻ്റെ സമയത്തും എൻ്റെ ദുഃഖത്തിൻ്റെ സമയത്തും ഞാൻ ജപമാല കയ്യിലെടുക്കും. നിങ്ങളോട് നേരത്തെ ഒരു ധ്യാനത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. യൂട്യൂബിൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ജപമാല പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കയ്യിലെടുത്താൽ നിങ്ങളുടെ എല്ലാം ജപമാലയുടെ അറ്റത്തൊരു കുരിശുണ്ടാവുമല്ലോ. 5 രഹസ്യങ്ങൾ അടങ്ങിയ ഒരു ജപമാല മിക്കവരുടെയും കയ്യിൽ ഉണ്ടാകും. നിങ്ങൾ ഇങ്ങനെ ഇത് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. കുരിശിൽ തുടങ്ങി കുരിശിൽ അവസാനിക്കുന്നതാണ് ജപമാല, അല്ലേ? പരിശുദ്ധമ്മയുടെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണേലും ഫോക്കസ് ഈസ് ഓൺ ക്രൈസ്റ്റ്. കുരിശിൽ തുടങ്ങി കുരിശിൽ അവസാനിക്കുകയാണ്. നമുക്ക് 4 രഹസ്യങ്ങളല്ലേ നമ്മൾ ചെല്ലാറുള്ളത്: സന്തോഷത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, മഹിമയുടെ. ജോൺ പോൾ പാപ്പ പറഞ്ഞ് ഈ കാര്യമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സന്തോഷം ഈശോയിൽ ആരംഭിക്കണം, ഈശോയിൽ എൻഡ് ചെയ്യണം. നമ്മുടെ പ്രകാശം, നമ്മുടെ നന്മകളെല്ലാം ഈശോയിൽ തുടങ്ങണം, ഈശോയിൽ അവസാനിക്കണം. നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഉണ്ട്, കുരിശിൽ തുടങ്ങി കുരിശിൽ അവസാനിക്കണം. നമ്മുടെ മഹത്വം ഈശോയിൽ തുടങ്ങി ഈശോയിൽ അവസാനിക്കണം. എന്ന് വെച്ചാൽ ക്രൈസ്റ്റ് സെൻറ്റേഡ്, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ ജീവിതം. അത് നമ്മളെ നന്നായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. ജപമാല മുടക്കരുത്. ഇന്ന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാളിൽ ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോഴും ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കോ നിങ്ങൾക്കോ ജപമാല മുടങ്ങുന്നൊരു ദിവസം ഉണ്ടാവരുത്. ജോൺ പോൾ പാപ്പ പറയുന്ന ഒരു കാര്യമില്ലേ, എപ്പോഴും ജപമാല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാൻ ജപമാലയിൽ സമർപ്പിച്ചത്. എൻ്റെ എത്രയോ സങ്കടങ്ങൾ.
എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, ജോൺ പോൾ പാപ്പ മാത്രമല്ല, നിങ്ങളും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ജപമണികൾ ഉരുളുന്നുണ്ടാവില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ കണ്ണുനീരുകളായിരിക്കും ഉരുണ്ടൊക്കെ കണ്ണിൽ കൂടെ ചാലിട്ടൊഴുകണത്. നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും സങ്കടങ്ങളും ജപമാല വഴി പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. എന്നിട്ട് പാപ്പ പറയുന്നത് കേട്ടോ, എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിച്ചു. വല്ലപ്പോഴും ഒരു ഇത് തോന്നിയെന്നല്ല, എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിച്ചു. സോ ഹി കൺക്ലൂഡ്സ്, ജപമാല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ്. നമ്മുടെ നമ്മുടെ ആരാധനയിൽ നമ്മുടെ ഏറ്റവും വലിയ ആരാധന എന്താണ്? പരിശുദ്ധ കുർബാനയാണ്. പ്രാർത്ഥനകൾ, നമുക്ക് ഒത്തിരി പ്രാർത്ഥനകൾ സഭ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ജോൺ പോൾ പാപ്പ പറയുകയാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന ജപമാലയാണെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയില്ല, നിങ്ങളുടെ ആർക്കെങ്കിലും അങ്ങനെ ജപമാലയാണ് ഏറ്റവും ഫേവറേറ്റ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇങ്ങനെ ജപമാല ചൊല്ലി എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കർത്താവ് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക സ്നേഹത്തിലൂടെ നമ്മളെ അനുഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിന്നിട്ടേക്കുക. ജപമാല ചൊല്ലി കിട്ടിയ അനുഗ്രഹങ്ങൾ, നമ്മളത് പരിശുദ്ധ അമ്മയെ ഒന്ന് ഓർക്കുമ്പോൾ ഈശോയ്ക്ക് കൊടുക്കുന്ന വലിയൊരു മഹത്വമാണത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. ജപമാല ഏറ്റവും ഫേവറേറ്റ് പ്രാർത്ഥനയായിട്ടുള്ള ഒരു എസ്സോ ഒരു തംസപ്പോ ഒക്കെ ഇട്ടേക്കുക. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഷെയർ ചെയ്യുക. അത് നമ്മൾ കമൻറ്റ് ബോക്സ് വായിക്കുന്നവർക്കൊക്കെ അതൊരു വലിയ സാക്ഷ്യമായിട്ട് മാറും. പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനും ജപമാല കൂടുതൽ ചെല്ലാനും ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനും നമ്മളിലൂടെ അത് ഒത്തിരി പേർക്ക് പ്രചോദനമാവും. വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. ജോൺ പോൾ പാപ്പ പ്രാർത്ഥിച്ചതുപോലെ, സമർപ്പിച്ചതുപോലെ, തോത്തൂസ് തൂസ് മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ് എന്ന് പറഞ്ഞ് അമ്മയുടെ മടിയിലേക്ക് നമുക്ക് തലചായ്ക്കാം. മറിയം നമുക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് സംസാരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.